ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലേണോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ ഇന്ത്യൻ നദികളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ നദികൾ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഗംഗയുടെ പോഷക നദി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗയുടെ പോഷക നദി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മാനസ്, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി സത്ലജ്, ഓപ്ഷൻ ഡി കോസി. ഗംഗയുടെ പോഷക നദി ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോസി. ഗംഗയുടെ പോഷക നദി ഏതാണ്? കോസിയാണ് അല്ലേ. അപ്പൊ ഇന്ത്യൻ നദികളെ പ്രധാനമായും നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിമാലയൻ നദികളുണ്ട്, അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളുണ്ട്. ഉപദ്വീപീയ നദികളുണ്ട്. എന്താണ് ഹിമാലയൻ നദികൾ? ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് പറയാം. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ എന്താന്ന് പറയാ? ഹിമാലയൻ നദികൾ എന്ന് പറയാം. എന്താണ് ഹിമാലയൻ നദികളുടെ പ്രത്യേകത? എന്താണ്? ഇത് വളരെ വിസ്തൃതമായിട്ടുള്ള പ്രദേശമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും വളരെയധികം ജലം ലഭിക്കുന്നതിനാൽ വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണ് ഹിമാലയൻ നദികൾ. ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും ഹിമാലയത്തിന്റെ മിക്ക ഭാഗവും അവസാദ ശിലകളായതിനാലാണ് ഈ നദികളെല്ലാം പർവ്വത മേഖലയിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ നദികൾ എന്നാണ്. പ്രധാന ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാന ഹിമാലയൻ നദികൾ. ഇതിൽ നമ്മൾ ഗംഗയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏത് തന്നെയാണ്? ഗംഗ തന്നെയാണ്. ഗംഗാ നദിയുടെ നീളം എത്രയാണ്? 25 കിലോമീറ്റർ ആണ് അല്ലെ. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം. ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദി. അപ്പൊ ദേശീയ നദി, ഏറ്റവും നീളം കൂടിയ നദി, പുണ്യ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഏത്? ഗംഗ അല്ലെ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ 4 2008 നവംബർ 4 ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ വെച്ചിട്ടാണ്? ഹിമാലയത്തിന്റെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി, അതായത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അപ്പൊ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥലം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ എവിടെ? ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഗംഗ എന്നുള്ളതല്ല, ഭഗീരഥി എന്ന പേരിലാണ്. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അളകാപുരിയിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭഗീരഥി എന്ന പേരിലാണ്. ഇനി നമ്മൾ ഗംഗയുടെ പ്രധാന പോഷക നദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നിവയാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ. യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നിവയാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗംഗ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയിലൂടെയാണ് ഗംഗാ നദി പ്രധാനമായിട്ടും ഒഴുകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ്. നമ്മൾ പോഷക നദികളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഏതൊക്കെയാണ് പോഷക നദികൾ? യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക് എന്നിവയാണ് അല്ലെ ഗംഗയുടെ പ്രധാന പോഷക നദികൾ. അതിൽ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. അപ്പോൾ ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ്? അലഹബാദാണ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നത് 3 നദികളാണ് അല്ലെ. ഗംഗ, യമുന, സരസ്വതി. ഈ നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ആ പേരെന്താണ്? ത്രിവേണി സംഗമം. 3 പേരായതുകൊണ്ട് ത്രിവേണി സംഗമം എന്ന പേരിലാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നത്.
രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, സിന്ധുവിന്റെ പോഷക നദി അല്ലാത്തത് ഏതാണ്? സിന്ധുവിന്റെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗോമതി, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി ചിനാബ്, ഓപ്ഷൻ ഡി സത്ലജ്. ശ്രദ്ധിക്കുക, പോഷക നദി അല്ലാത്തതാണ് ചോദ്യം. പോഷക നദി ഏതെന്നല്ല ചോദ്യം. പോഷക നദി ഏതെന്ന് പറഞ്ഞ് ചാടിക്കേറി ആൻസർ ചെയ്യരുത്. സിന്ധുവിന്റെ പോഷക നദി അല്ലാത്തതാണ് ചോദ്യം. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗോമതി. സിന്ധുവിന്റെ പോഷക നദി അല്ലാത്ത ഏതാണ്? ഏത് നദിയാണ്? ഗോമതിയാണ്. നമ്മളിപ്പോൾ സിന്ധു നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിന്ധു നദിനെ നമ്മൾ ഇൻഡസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സിന്ധു നദിനെ ഇൻഡസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവ സ്ഥാനം. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ദേശീയ നദി. നമ്മുടെ ദേശീയ നദി ഏതാണ്? ഗംഗ എന്ന് പറഞ്ഞു. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് ഏത്? സിന്ധു. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 709 കിലോമീറ്റർ ആണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദി, ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പേര് ലഭിക്കാൻ കാരണമായ നദി ഏതാണ്? സിന്ധു ആണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിന്ധു ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും സിന്ധു തന്നെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി ഏത് തന്നെയാണ്? സിന്ധു തന്നെയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പാകിസ്ഥാന്റെ ജീവരേഖ, ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും ഏത് തന്നെയാണ്? സിന്ധു തന്നെയാണ്. ഇൻഡസ് എന്ന പേരിലും സിന്ധു നദി അറിയപ്പെടുന്നുണ്ട്. സിന്ധു നദിയുടെ പ്രത്യേകതകൾ, വേറെ പ്രത്യേകത എന്തൊക്കെയാണ്? അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദിയാണ് സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേയൊരു ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയും സിന്ധു തന്നെയാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏത് തന്നെയാണ്? സിന്ധു തന്നെയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയും സിന്ധുവാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ്? അത് സിന്ധുവാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സിന്ധുവാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സിന്ധുവാണ്. സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, രവി, ബിയാസ്, ജലം, ചിനാബ്. സത്ലജ്, രവി, ബിയാസ്, ജലം, ചിനാബ് എന്നിവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? 5 നദികളുടെ നാട്. പഞ്ചാബ്, അല്ലെ? പഞ്ചാബ് 5 നദികളുടെ നാട്. അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? നമ്മൾ പറഞ്ഞു സത്ലജ്, രവി, ബിയാസ്, ജലം, ചിനാബ് എന്നിവയാണ് സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? അത് സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയോ? ഏറ്റവും വലുത് സത്ലജ് എന്ന് പറഞ്ഞു, ഏറ്റവും ചെറുത് ബിയാസ് ആണ്. അപ്പോൾ സിന്ധുവിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? സത്ലജ്, രവി, ബിയാസ്, ജലം, ചിനാബ് എന്നിവയാണ്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? സത്ലജ് ആണ്. ഏറ്റവും ചെറുത് ഏതാണ്? ബിയാസ് ആണ്, അല്ലെ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി ഗോദാവരി, ഓപ്ഷൻ ഡി കൃഷ്ണ. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? The right answer is option B, നർമ്മദ. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. നമ്മൾ പറഞ്ഞു നദികളിലെ ബേസിക് ആയിട്ട് 2 ആയിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹിമാലയൻ നദികളും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളും. നർമ്മദ ഉപദ്വീപീയ നദികളിൽ പെടുന്ന ഒരു നദിയാണ്. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവയിൽ ഭൂരിഭാഗവും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്നവയാണ്. അതാണ് ഉപദ്വീപീയ നദികൾ. ഭൂരിഭാഗവും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്നവയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴമേറെ താഴ്വരകളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉപദ്വീപീയ നദികൾ കാരണം ആഴമേറെ താഴ്വരകളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? ഇത് ഒഴുകുന്നത് കാഠിന്യമേറിയ ശിലാമേഖലയിലൂടെയാണ്. കാഠിന്യമേറിയ ശിലാമേഖലകളിലൂടെ ഒഴുകുന്നത് കാരണം ആഴമേറിയ താഴ്വരകളൊന്നും ഉപദ്വീപീയ നദികൾ സൃഷ്ടിക്കപ്പെടുന്നില്ല.
പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തിയാണ്. നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലാണ്. നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടലാണ്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിൽ നിന്നാണ്. അമർകണ്ടക്കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം. അതെവിടെയാണ്? മധ്യപ്രദേശാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി അത് നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദയാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഏത്? നർമ്മദ. നമ്മൾ പറഞ്ഞു വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദി ഏതാണത്? നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയായും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി ഏതാണ്? അത് നർമ്മദയാണ്. നർമ്മദ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ്. നർമ്മദ എന്ന വാക്കിനർത്ഥം ഏതാണ്? സന്തോഷം നൽകുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയും ഏത് തന്നെയാണ്? നർമ്മദ തന്നെയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നർമ്മദയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് ഏത്? നർമ്മദ. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ഷിർ, ഹിരൺ എന്നിവയാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ. ഒന്നുകൂടി പറയാം: താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. ഓക്കെ, നർമ്മദ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പൊ മധ്യപ്രദേശിൽ ഒഴുകുന്നുണ്ട്. മധ്യപ്രദേശിന്റെ ജീവരേഖയും ഏത് തന്നെയാണ്? നർമ്മദ നദി തന്നെയാണ്. അപ്പോൾ നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവയാണ്. അതിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? താവ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 4-ാമത്തെ ചോദ്യം, കൃഷ്ണ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നാണ്? കൃഷ്ണ നദിയുടെ ഉത്ഭവ സ്ഥാനം. ഓപ്ഷൻ എ മുംതായ് നിരകൾ, ഓപ്ഷൻ ബി മൈക്കല നിരകൾ, ഓപ്ഷൻ സി മഹാബലേശ്വർ കുന്നുകൾ, ഓപ്ഷൻ ഡി ബ്രഹ്മഗിരി കുന്നുകൾ. കൃഷ്ണനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? റൈറ്റ് ആൻസർ മുംതായ് നിരകളാണോ, മൈക്കല നിരകളാണോ, മഹാബലേശ്വർ കുന്നുകളാണോ, ബ്രഹ്മഗിരി കുന്നുകളാണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മഹാബലേശ്വർ കുന്നുകൾ. കൃഷ്ണനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ വെച്ചിട്ടാണ്? മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. കൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ ഉപദ്വീപീയ നദിയാണ് ഇത്? കൃഷ്ണ. ഏറ്റവും നീളം കൂടിയ 2-ാമത്തെ ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. പാതാളഗംഗ, തെലുങ്കുഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി. പാതാളഗംഗ, തെലുങ്കുഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി ഏതാണ്? കൃഷ്ണയാണ്. അതുപോലെ തന്നെ അർദ്ധഗംഗ. പാതാളഗംഗ, തെലുങ്കുഗംഗ, അർദ്ധഗംഗ. കൃഷ്ണനദിയുടെ ഉത്ഭവം മഹാബലേശ്വർ എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലാണ് കേട്ടോ മഹാബലേശ്വർ. കൃഷ്ണനദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? മഹാബലേശ്വർ എന്നാണ്. കൃഷ്ണനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതാണ് തെലുങ്ക് ഗംഗ പദ്ധതി. നോക്കിക്കേ, കൃഷ്ണനദിയുടെ വേറൊരു പേര് തെലുങ്ക് ഗംഗയാണ്. അത് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ കൃഷ്ണനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിനെ പറയുന്ന പേരാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണനദി അറിയപ്പെടുന്ന ഒരു പേരും എന്ത് തന്നെയാണ്? തെലുങ്ക് ഗംഗ. തെലുങ്ക് ഗംഗ മാത്രമല്ല, പാതാള ഗംഗ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അർദ്ധഗംഗ എന്നീ പേരിലും കൃഷ്ണനദി അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് കൃഷ്ണനദി ഒഴുകുന്നത്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം, ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ.
നമ്മൾ പറഞ്ഞായിരുന്നു സർദാർ സരോവർ പദ്ധതിയെക്കുറിച്ച് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ താപ്തി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി ഗംഗ, ഓപ്ഷൻ ഡി ഗോദാവരി. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നർമ്മദ. നർമ്മദ നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്. നർമ്മദ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി. അത് നർമ്മദ നദിയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ഏതാണ്? അത് നർമ്മദ നദിയാണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് ഏത്? സർദാർ സരോവർ അണക്കെട്ട്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? നോക്കിക്കേ, പോഷക നദികളെ കുറിച്ചിട്ടാണ് റീസെന്റ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോഷക നദികൾ ഏതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ പോഷക നദികൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ്. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗോദാവരി, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി മഹാനദി. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗോദാവരി. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി എന്ന നദിയുടെ പോഷക നദിയാണ്. ഗോദാവരി ഒരു ഉപദ്വീപീയ നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി. അപ്പോൾ നോക്കിക്കേ, കണക്ട് ചെയ്ത് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പൊ നീളത്തിന്റെ കാര്യം വരുമ്പോൾ ആരാണ്? ഗോദാവരിയാണ് അല്ലെ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടുന്നാണ്? നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ്, അതായത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെ വെച്ചിട്ടാണ്? നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ്, അതായത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത. പൂർണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത എന്നിവയാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്. ഓക്കെ, നാസിക്കും അതുപോലെ തന്നെ നിസാമാബാദും. നമ്മൾ പറഞ്ഞു വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലെ. അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയോ? അത് കൃഷ്ണയാണ്. മാറിപ്പോകരുത്. അർദ്ധഗംഗ കൃഷ്ണയും വൃദ്ധഗംഗ ഗോദാവരിയുമാണ്. അർദ്ധഗംഗ കൃഷ്ണയാണ്. അർദ്ധഗംഗ കൃഷ്ണ, വൃദ്ധഗംഗ അത് ഗോദാവരി. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ അന്തർജലീനമായ റെയിൽ തുരങ്കം, അതായത് അണ്ടർ വാട്ടർ റെയിൽ ടണൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യ അന്തർജലീനമായ റെയിൽ തുരങ്കം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹൂഗ്ലി, ഓപ്ഷൻ ബി മഹാനദി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി യമുന. അണ്ടർ വാട്ടർ റെയിൽ ടണൽ ഏത് നദിയിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹൂഗ്ലി. ഹൂഗ്ലി നദിയിലാണ് ഏത്? അണ്ടർ വാട്ടർ റെയിൽ ടണൽ ഉള്ളത്. ഹൂഗ്ലി നദിയിലാണ്. ഗംഗാ നദിയുടെ പ്രധാന കൈവഴി എന്നറിയപ്പെടുന്ന നദിയാണ് ഹൂഗ്ലി. ഗംഗാ നദിയുടെ പ്രധാന കൈവഴി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഹൂഗ്ലിയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം അത് കൊൽക്കത്തയാണ്. ഓക്കെ, ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി അത് ദാമോദർ ആണ്. അപ്പൊ ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലി. ഹൂഗ്ലി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ. ദാമോദറിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി അത് ദാമോദർ ആണ്. ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലിയാണ്. ഹൂഗ്ലി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ ആണ് അല്ലെ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണ്? കണ്ടോ, വീണ്ടും പോഷക നദികൾ വന്നു. ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഒക്കെ നമുക്ക്. ഓപ്ഷൻ എ മനാസ്, ഓപ്ഷൻ ബി ശിവാന, ഓപ്ഷൻ സി ഇന്ദ്രാവതി, ഓപ്ഷൻ ഡി ശബരി. ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തതാണ് ചോദ്യം. പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മനാസ്.
ശിവാനിയും ഇന്ദ്രാവതിയും ശബരിയും എല്ലാം ഗോദാവരിയുടെ പോഷക നദികളിൽ പെടുന്നവയാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മനാസ് ആണ് ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തത്. ഗോദാവരിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏത് തന്നെയാണ്? ഗോദാവരി തന്നെയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി, അപ്പൊ കണക്ട് ചെയ്യൂ. അർദ്ധഗംഗ കൃഷ്ണയാണ്, വൃദ്ധഗംഗ ഗോദാവരിയാണ്. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ അല്ലെ, മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതായത് നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഗോദാവരിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, നിസാമാബാദ് ആണ് ഗോദാവരി തീരത്തെ പ്രധാന പട്ടണങ്ങൾ. ഗോദാവരിയുടെ പോഷക നദികളിൽ പെടാത്തതാണ് മനാസ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് 9ാമത്തെ ചോദ്യം. മധ്യപ്രദേശിന്റെ ജീവരേഖ ഏതാണ്? മധ്യപ്രദേശിന്റെ ജീവരേഖ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നർമ്മദ, ഓപ്ഷൻ ബി ടീസ്റ്റ, ഓപ്ഷൻ സി മണ്ഡോവി, ഓപ്ഷൻ ഡി ഗോദാവരി. മധ്യപ്രദേശിന്റെ ജീവരേഖ ഏതാണെന്നാണ് ചോദ്യം. നർമ്മദ, ടീസ്റ്റ, മണ്ഡോവി, ഗോദാവരി. ജീവരേഖ പഠിച്ചിട്ടുള്ളവരിൽ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണിത്. കാര്യം നർമ്മദ ഒരു ജീവരേഖയാണ്, ടീസ്റ്റയും ഒരു ജീവരേഖ തന്നെയാണ്, മണ്ഡോവി ഒരു ജീവരേഖ തന്നെയാണ്, ഗോദാവരിയും ഒരു ജീവരേഖ തന്നെയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ ജീവരേഖ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഏതാണ് റൈറ്റ് ആൻസർ നോക്കാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദയാണ്. നർമ്മദ നദിയെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, ടീസ്റ്റ. അത് സിക്കിമിന്റെ ജീവരേഖയാണ്. സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ്റ്റ. മണ്ഡോവി ഗോവയുടെ ജീവരേഖയാണ്. ഏത്? മണ്ഡോവി. ഗോവയുടെ ജീവരേഖ ഏതാണ്? മണ്ഡോവിയാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, ഗോദാവരി. ഗോദാവരി ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയാണ് ഏത്? ഗോദാവരി. അപ്പൊ മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദ, സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റ, ഗോവയുടെ ജീവരേഖ മണ്ഡോവി, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ ഒരൊറ്റ നദിയാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ ഒരൊറ്റ നദിയാണ്. അതേതാണ്? കാവേരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ ഏതാണ്? കാവേരിയാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഗ്രാൻഡ് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ഡാമിന്റെ പേരെന്താണ്? ഗ്രാൻഡ് ഡാം എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരിയാണ്. കാവേരി തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ എന്നിവയാണ് കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങൾ. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന നദിയും അത് കാവേരി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദിയും ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രൊജക്ട് അത് സ്ഥിതി ചെയ്യുന്ന നദിയും ഏത് തന്നെയാണ്? കാവേരി തന്നെയാണ്. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? തമിഴ്നാടും കർണാടകയുമാണ് കാവേരി നദീജല പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖയായിട്ടുള്ള ഒരൊറ്റ നദിയായിട്ട് കാവേരി മാറിയിരിക്കുന്നത് അല്ലെ. കാവേരി നദീജല പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന ഒരു വർഷമുണ്ട് അല്ലെ. അതേതാണ്? 1990. അപ്പോൾ കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ട്രൈബ്യൂണൽ നിലവിൽ വന്നു. അത് കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലാണ്. അത് നിലവിൽ വന്ന വർഷം 1990. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗന്ദകി നദി, ഓപ്ഷൻ ബി ക്ഷിപ്ര, ഓപ്ഷൻ സി സുവാരി, ഓപ്ഷൻ ഡി നിരഞ്ജന. നേപ്പാളിൽ നമ്മൾ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗന്ദകി നദി. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗന്ദകി നദിയാണ്. ഇനി ഓപ്ഷൻ ബി ക്ഷിപ്രയുടെ പ്രത്യേകത എന്താണ്? ചമ്പലിന്റെ പ്രധാനപ്പെട്ട പോഷക നദി. ചമ്പലിന്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ക്ഷിപ്ര. ഇനി സുവാരിയുടെ പ്രത്യേകത എന്താണ്? ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് സുവാരി. എന്നാൽ ഗോവയുടെ ജീവരേഖ മണ്ഡോവിയാണ്, നമ്മൾ പറഞ്ഞു അല്ലെ. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് സുവാരി. ഇനി അടുത്തത് നിരഞ്ജന.
ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദിയാണ് നിരഞ്ജന. അപ്പോൾ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗണ്ഡകിയാണ്. ചമ്പലിന്റെ പ്രധാനപ്പെട്ട പോഷക നദി ക്ഷിപ്രയാണ്. ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി സുവാരിയാണ്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയയിലൂടെ ഒഴുകുന്ന നദി ഏതാണത്? നിരഞ്ജനയാണ് അല്ലേ. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ നദികൾ എന്ന ടോപ്പിക്കിൽ നിന്ന് റീസെന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിന് പുറമെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. തെലുങ്ക് ഗംഗ, പാതാളഗംഗ, അർദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൃഷ്ണയാണ്. ദക്ഷിണ ഗംഗ ഏത് നദിയാണ്? കാവേരിയാണ്. മാൾവ ഗംഗ ബത്വ. അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി, തെലുങ്ക് ഗംഗ, പാതാളഗംഗ, അർദ്ധഗംഗ കൃഷ്ണ, ദക്ഷിണ ഗംഗ കാവേരി, മാൾവ ഗംഗ ബത്വ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഗംഗയാണോ? അല്ല, അത് സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധുവാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. തെറ്റരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം ഗംഗ എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സിന്ധു എന്നാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഉപഭൂഖണ്ഡവും ഉപദ്വീപീയ ഇന്ത്യയും മാറിപ്പോകരുത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി അത് ഗോദാവരിയാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. എന്നാൽ ടിബറ്റിൽ സാങ്പോ എന്ന പേരിലും അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിലുമാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലും സാങ്പോ എന്നാണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്. ദിഹാങ് എന്നാണ് അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഇന്ത്യയുടെ ദുഃഖം ഏതാണ്? കോസിയാണ്. അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ദുഃഖം കോസി, അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര, ഒഡീഷയുടെ ദുഃഖം മഹാനദി, ബീഹാറിന്റെ ദുഃഖം കോസി. അപ്പൊ കോസി വീണ്ടും വന്നു. ഇന്ത്യയുടെ ദുഃഖവും ബീഹാറിന്റെ ദുഃഖവും കോസി തന്നെയാണ്. ഇന്ത്യയുടെ ദുഃഖവും ബീഹാറിന്റെ ദുഃഖവും കോസി തന്നെയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദറാണ്. ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോ. ഓക്കെ, അപ്പോൾ അതത്ര ചോദിച്ചു കണ്ടിട്ടില്ല. ചൈനയുടെ ദുഃഖം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ദുഃഖവും ബീഹാറിന്റെ ദുഃഖവും ഒരേ നദിയാണ്, കോസിയാണ്. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. അസമിന്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദിയാണ് അല്ലെ. അതുപോലെ നമ്മൾ ജീവരേഖയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. മധ്യപ്രദേശിന്റെ ജീവരേഖ നർമ്മദയാണ്. സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റയാണ്. ഗോവയുടെ ജീവരേഖ മണ്ഡോവിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരിയാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ ഏതാണ്? കാവേരിയാണ്. കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? പെരിയാറാണ് അല്ലെ. കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? പെരിയാറാണ്. നമ്മൾ നദികളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു ടോപ്പിക്കാണ്, വിട്ടുപോകാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് നദീജല കരാറുകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാനാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അയൂബ് ഖാൻ. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് ആണ് കേട്ടോ മുഹമ്മദ് അയൂബ് ഖാൻ. സിന്ധു നദീജല കരാറിന് മധ്യസ്ഥ വഹിച്ചത് ലോക ബാങ്കാണ്. സിന്ധു നദീജല കരാർ പ്രകാരം ഏതൊക്കെ നദികളിൽ നിന്നാണ് ജലത്തിനാണ് ഇന്ത്യക്ക് അവകാശം ലഭിച്ചത്? സത്ലജ്, ബിയാസ്, രവി. ഓക്കെ, സിന്ധു നദി വ്യവസ്ഥയിലെ 20% ജലത്തിന് മാത്രമേ ഇന്ത്യക്ക് അവകാശമുള്ളൂ. ബാക്കി കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശമുള്ള നദികളാണ് കൂടുതൽ. അത് ഏതൊക്കെയാണ്? സിന്ധു, ജലം, ചിനാബാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞു. 1960 ഒപ്പുവെച്ചത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗംഗാ നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഗംഗാ നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ബംഗ്ലാദേശ് ആണ്. 1996. മഹാകാളി നദീജലസന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ ആണ്. 1996 തന്നെയാണ്. അപ്പം സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, പാകിസ്ഥാൻ 1960 അല്ലെ. ഗംഗാ നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ് 1996. മഹാകാളി നദീജല സന്ധി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ 1996 തന്നെയാണ്.
കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ 1984 ഗണ്ഡക് റിവർ ബാരേജ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ 1959 അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസാണ് പറഞ്ഞെങ്കിലും 100-ലധികം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിലും നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.